സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ സാധാരണഗതിയിൽ പെയ്യുന്നതിനേക്കാൾ കനത്ത മഴ പെയ്യുന്നുണ്ട്. നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു ഈ കിഴക്കൻ മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്നത്. ആ ആവശ്യം ശരിവെക്കുന്ന വിവരങ്ങളാണ് അത്തരം മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? മഴ ഇപ്പോഴും തുടരുകയാണ്. വിജയകുമാർ, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നഗരമേഖലയിൽ കനത്ത ഒറ്റപ്പെട്ട മഴയും ലഭിക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പാലക്കുളത്ത് ഉണ്ടായിട്ടുള്ള ഈ സംഭവം. വലിയ ഒരു മരമാണ് ദേശീയപാതയിലേക്ക് ഒടിഞ്ഞു വീണിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് അരികിലൂടെ കടന്നു പോകുന്ന ഒരു കാറ്, ആ കാറിൻ്റെ മുകളിലേക്ക് ഈ വലിയ മരം അത് പൊട്ടി വീഴുന്നത് കാണുകയും തുടർന്ന് വാഹനം വളരെ വേഗത്തിൽ വെട്ടിച്ച് അത് നിർത്തുകയും പിന്നീട് അതിൽ നിന്നുണ്ടായിരുന്ന 2 പേരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ജീവൻ ലഭിച്ചത്. അത് വലിയൊരു അവർക്ക് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, അതിനകത്ത് അടിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ആ കാർ ഇപ്പോഴും ആ മരത്തിന് താഴെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു വേളയിലാണ് 2 പേരും ഇറങ്ങി ഓടിയത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആ മരം മുറിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ കൊയിലാണ്ടി പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഈ വിധത്തിൽ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കുറ്റ്യാടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് വലിയ ഒരു മരം പൊട്ടി വീണത്. അതുമായി ബന്ധപ്പെട്ടും വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഒപ്പം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീണുകൊണ്ട് വിവിധ ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണിട്ടുണ്ട്. അവിടങ്ങളെല്ലാം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ഒരു സാഹചര്യമാണ്. KSEBിയിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ചാലിയാറും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയും ഒപ്പം ചെറുപുഴയും ഈ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീരമേഖലയുള്ളവർക്ക് ജാഗ്രത പുലർത്തണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കടലാക്രമണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്നത് ജില്ലയിൽ 151 പേരാണ് 4 ദുരിതാശ്വാസ ക്യാമ്പുകളായിക്കൊണ്ട് കഴിഞ്ഞിരുന്നത്. അതിലിപ്പോൾ ഒരു ക്യാമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്കിലെ ക്യാമ്പാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. നിലവിൽ 145 പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്. വിജയകുമാർ.